ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 106ാമത്തെ പാർട്ടാണ്. എന്നാൽ നമുക്ക് സ്റ്റോറിയിലേക്ക് പോയാലോ. രാവിലെ പാർവണിയാണ് ആദ്യം കണ്ണു തുറന്നത്. നോക്കുമ്പോൾ ശിവയും കുഞ്ഞും നല്ല ഉറക്കത്തിലാണ്. രണ്ടുപേരും നെറുകയിൽ ഉമ്മ വെച്ച ശേഷം അവൾ എണീറ്റ് ബാത്റൂമിലേക്ക് പോയി. കുളിയെല്ലാം കഴിഞ്ഞ് താഴേക്ക് വന്നപ്പോൾ അടുക്കളയിൽ അമ്മമാരും മുത്തശ്ശിയും നല്ല പണിത്തിരക്കിലാണ്. ഇങ്ങനത്തെ മുത്തശ്ശി പച്ചക്കറി ഞാൻ അരിയാം. എൻ്റെ കുട്ടി ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, തൽക്കാലം ചായ കുടിക്കേ. മുത്തശ്ശി ചായ ഗ്ലാസ് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. പിന്നെയും പാർവണ അടുക്കളയിൽ സഹായിക്കാൻ നിന്നുവെങ്കിൽ എല്ലാവരും കൂടെ അവളെ പുറത്താക്കി. പാർവണി ഒരു പുഞ്ചിരിയോടെ ചായ ഗ്ലാസുമായി മുറ്റത്തേക്ക് ഇറങ്ങി. സമയം 8 മണി കഴിഞ്ഞുവെങ്കിലും അമ്മമാരും മുത്തശ്ശിയും ഒഴിച്ചും മറ്റാരും എണീറ്റിട്ടില്ല. മുറ്റത്തെ ചെടികളുടെയും പൂക്കളുടെയും തൊട്ടും തലോടിയും പാർവണ മുറ്റത്തൂടെ നടന്നു. ഒരിളം കാറ്റ് അവളെ തഴുകിപ്പോയതും ഇരു കണ്ണുകൾ അടച്ച് പാർവണ അങ്ങനെ തന്നെ നിന്നു. മുറ്റത്ത് ഒരു കാർ വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടാണ് പാർവണ കണ്ണു തുറന്നത്. ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് ഇറങ്ങി വന്ന സത്യയെ കണ്ട് അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. എന്നാൽ കോ ഡ്രൈവ് സീറ്റിൽ നിന്നും ഫോണിൽ സംസാരിച്ചു വരുന്ന ആളെ കണ്ട് പാർവണയുടെ ശ്വാസം പോലെ നിന്നുപോയിരുന്നു. ശിവയുടെ ഡാഡി. അവൾ അയാളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു. അയാൾ പാർവണി ഒന്ന് ഗൗരവത്തിൽ നോക്കിയ ശേഷം വീണ്ടും ഫോണിൽ സംസാരിക്കാൻ തുടങ്ങി. പാർവണിയല്ലേ? സത്യ അവളെ നോക്കി പുഞ്ചിരിയോടെ ചോദിച്ചു. അതെ, എന്നെങ്ങനെ അറിയാ? അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു. ശിവാനി കോൾ ചെയ്യുമ്പോൾ ഈ പാർവണ എന്ന തുമ്പി ചേച്ചിയെ കുറിച്ച് എപ്പോഴും പറയും. പിന്നെ ഇയാളുടെ ഹസ്ബൻഡ് ഒരു വട്ടം ഫോണിൽ ഫോട്ടോ കാണിച്ചു തന്നിട്ടുണ്ട്. ആര്, ശിവയോ? അതെ, ഇന്നലെ തന്നെ ഞാൻ കുറേ അന്വേഷിച്ചു. ഫുഡ് കഴിക്കുന്ന സമയത്ത് കണ്ടിരുന്നു. പക്ഷെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകി വന്നപ്പോഴേക്കും ആളെ കാണാനില്ല. പിന്നെ പപ്പയെ പറഞ്ഞ കുഞ്ഞിനുള്ള കാരണം തിരക്കിൽ നിൽക്കാന്ന്. മറുപടിയായി പാർവണ ഒന്ന് പുഞ്ചിരിച്ചു. എന്നാൽ ശിവയുടെ ഡാഡിയുടെ കാര്യം ആലോചിക്കുമ്പോൾ അവൾക്ക് ഒരു പേടി തോന്നിയിരുന്നു. സത്യം പറഞ്ഞ തന്നോടൊരു നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞേ. പപ്പ എന്നോടെല്ലാം പറഞ്ഞിരുന്നു. പപ്പ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കാരണക്കാരി താനാണെന്ന്. അതിനുള്ള നന്ദി അത്ര പറഞ്ഞാലും തീരില്ല. ഏയ്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ രാമച്ചനെ എൻ്റെ സ്വന്തം അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെയാണ് കണ്ടിട്ടുള്ളത്. മോളെ, മുത്തശ്ശി പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവർ സത്യയെ കണ്ടത്. ഇതാര്, വാഹിമോളോ? എന്താ പുറത്ത് തന്നെ നിന്ന് കളഞ്ഞ അകത്തേക്ക് വാ. ഞങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞിങ്ങനെ നിൽക്കായിരുന്നു എന്നുള്ളു മുത്തശ്ശി. മുത്തശ്ശി അവളെയും വിളിച്ച് അകത്തേക്ക് നടന്നു. ഒപ്പം പാർവണയും. നിനക്ക് ഈ വീടും സ്ഥലമൊക്കെ എപ്പോ ഓർമ്മയുണ്ടല്ലേ അല്ലേ? ഹാളിലേക്ക് വന്ന മുത്തശ്ശൻ ശിവയുടെ ഡാഡിയെ നോക്കി ചോദിച്ചു. എന്നാൽ അയാൾ ഒന്നും മിണ്ടാതെ കൈകൾ കെട്ടി നിൽക്കുകയാണ് ചെയ്തത്. മുത്തശ്ശി അമ്മമാര് സത്യയോട് എന്തൊക്കെയോ സംസാരിച്ചിരിക്കുകയാണ്. അതെല്ലാം കണ്ട് പാർവണ വേഗം മുറിയിലേക്ക് നടന്നു. കുഞ്ഞു നല്ല ഉറക്കത്തിലാണ്. ശിവയെ റൂമിൽ എവിടെയും കാണാനില്ല. പിന്നീട് ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി അവൻ കുളിക്കുകയാണ്. പാർവണ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടെ നടക്കുകയാണ്. സത്യയുടെ കാര്യം ആലോചിച്ച് എനിക്കൊരു പേടിയില്ല. പക്ഷെ അയാൾ എനിക്ക് പേടിയാ. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യും. ഇങ്ങനെയാണ് പെട്ടെന്നുള്ള വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ആൾക്കറിയാം. ശിവ സത്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് ഇവിടെ ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. അതും എൻ്റെ പേരിൽ. അങ്ങനെയൊന്നും ഉണ്ടാവല്ലേ മഹാദേവ, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവല്ലേ, അവൾ മനസ്സിൽ പറഞ്ഞു. പെട്ടെന്ന് പിന്നിൽ നിന്ന് 2 കൈകൾ തൻ്റെ ഇടുപ്പിൽ വരിഞ്ഞു മുറുങ്ങിക്കൊണ്ടിരുന്നു. ശിവ അവളെ ഒരു കൈ കൊണ്ട് എടുത്തുയർത്തി ഡ്രസ്സിംഗ് ടേബിളിലേക്ക് എത്തി. എന്താ പെണ്ണിങ്ങനെ ആലോചിക്കാൻ? ശിവ അവളെ തനിക്ക് നേരെ തിരിച്ചെത്തിക്കൊണ്ട് ചോദിച്ചു. സത്യ വന്നിട്ടുണ്ട്. അവൻ താല്പര്യമില്ലാത്ത രീതിയിൽ മൂളിക്കൊണ്ട് തന്നിലേക്ക് അടുപ്പിച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. എൻ്റെ ഡാഡിയും വന്നിട്ടുണ്ട്. അവൻ വീണ്ടും മൂളിക്കൊണ്ട് അവളുടെ കഴുത്തിലൂടെ മുഖം ഉരസാൻ തുടങ്ങി. ഞാൻ ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോൾ ശിവ നീ ഇങ്ങനെ? പാർവണ അവനെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി. എങ്ങനെ? അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. അത് കേൾക്കുമ്പോൾ അവളുടെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നുകൊണ്ടിരുന്നു. അത് പിന്നെ അവൻ്റെ നോട്ടം താങ്ങാനാവാതെ അവൾ തല കുനിച്ചു. പറയടി, അത് പിന്നെ? തൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് അവളുടെ മുഖം ഉയർത്തി ശിവ ചോദിച്ചു. ഒന്ന് പോ ശിവ. അവൾ നാണത്തോടെ അവൻ്റെ കയ്യിൽ നിന്നും കുതിരാൻ ശ്രമിച്ചു. ശിവ അവളെ ബലമായി പിടിച്ചു. ശിവ പ്ലീസ്, ഞാൻ പോവട്ടെ. വേണ്ട, അത് പറഞ്ഞ ശിവ അവളുടെ മുഖത്തേക്ക് തൻ്റെ മുഖം അടുപ്പിച്ചു. പാർവണ ഇരു കണ്ണുകളും പതിയെ അടച്ചു. ശിവ തൻ്റെ ചുണ്ടുകൾ അവളിലേക്ക് അടുപ്പിച്ചും പാർവണ ഒന്ന് എങ്ങിക്കൊണ്ട് അവൻ്റെ മുടിയിൽ കോർത്തു വലിച്ചു.
ശിവ തൻ്റെ വലത് കൈ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിച്ച് പതിയെ അവളുടെ അധരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. എൻ്റെ മുടിയെല്ലാം നീ പറിച്ചെടുക്കുമല്ലോടി. ശിവ തൻ്റെ മുടി ശരിയാക്കിക്കൊണ്ട് പറഞ്ഞു. പുറത്ത് അമ്മ വന്ന് വിളിച്ചത് ഒപ്പായിരുന്നു. മോനെ ശിവ, ഒന്ന് താഴേക്ക് വന്ന്, എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ട്. അത് പറഞ്ഞ അമ്മ പോയി. എന്നാൽ ഞാൻ താഴേക്ക് ഒന്ന് പോയിട്ട് വരാം. ശിവ അത് പറഞ്ഞ് അവളെ തന്നെ നിന്ന് അടർത്തി മാറ്റാൻ നിന്നതും പാറോണ അവനെ ഇറുക്കെ കെട്ടിപ്പിടിച്ചു. എന്താടി ഇത്? ശിവ അവളുടെ പിടി വിടിവിക്കാൻ ശ്രമിച്ചു. അവൻ സമ്മതിച്ചില്ല. നീ അവിടേക്ക് പോവണ്ട ശിവ, എനിക്ക് പേടിയാ. അവർ നിന്നെ എന്നെ നിന്ന് അകറ്റും. നീ പോവല്ലേ? അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ ഇതെന്തൊക്കെയാ പറയണ പെണ്ണെ? അങ്ങനെ ആരെങ്കിലും വിചാരിച്ച് എന്നെ നിന്ന് നിന്നെ അകറ്റാൻ കഴിയോ? ഞാൻ അതിന് സമ്മതിക്കുമോ? ഇല്ല, പക്ഷെ നീ ഇപ്പം അവിടേക്ക് പോവണ്ട, ഇവിടെ ഇരുന്നാൽ മതി. ശരി, ഞാൻ പോകുന്നില്ല. നീ പോയി എനിക്കൊരു ചായ എടുത്തിട്ട് വാ. ഞാൻ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ എണീറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി. ശരി. പാറോണ അത് പറഞ്ഞ് താഴേക്ക് നടന്നു. അങ്ങനെ അവനെ താഴെ എല്ലാവരും അന്വേഷിച്ചപ്പോൾ അവൻ ഉണർന്നിട്ടില്ല എന്ന് പറഞ്ഞ് പാറോണ അടുക്കളയിലേക്ക് നടന്നു. ശിവയ്ക്കുള്ള ചായ എടുത്ത് അവൾ തിരികെ റൂമിലേക്ക് നടക്കാൻ ഒരുങ്ങിയതും മുത്തശ്ശി പിന്നിൽ നിന്ന് വിളിച്ചു. ഇത് കണ്ണനുള്ള ചായയാണോ മോളെ? എങ്കിലും ഒരു ഗ്ലാസ് കൂടെ എടുത്തോളൂ. വാഹിമോള് ശിവയെ കാണാൻ റൂമിലേക്ക് പോയിട്ടുണ്ട്. പാറോണ ഒന്ന് തലോടിക്കൊണ്ട് അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് ചായ കൂടെ എടുത്ത് റൂമിലേക്ക് നടന്നു. അവൾ നോക്കുമ്പോൾ ശിവയും സത്യം ബാൽക്കണിയിൽ നിൽക്കുന്നുണ്ട്. ശിവയുടെ കയ്യിൽ കുഞ്ഞിരുന്ന് കളിക്കുന്നുണ്ട്. പാറോണ ചായയുമായി അങ്ങോട്ടേക്ക് നടന്നു. എന്താ ചായ? അവൾ രണ്ടുപേർക്കും കയ്യിലെ കപ്പ് കൊടുത്തു. സത്യ ഒരു ചിരിയോടെ കപ്പ് വാങ്ങി. പാറോണ തിരിച്ചൊന്ന് പുഞ്ചിരിച്ച ശേഷം ശിവയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി അവൾ റൂമിലേക്ക് നടന്നു. സത്യ, 1 മിനിറ്റ്. അത് പറഞ്ഞ് ശിവ കയ്യിലുള്ള കപ്പ് ബാൽക്കണിയിലെ ടേബിളിൽ വെച്ച ശേഷം പാറോണയുടെ പിന്നാലെ പോയി. ഡി, നീ ഇതെങ്ങോട്ടാ? ശിവ അവളെ പിടിച്ചു നിർത്തിക്കൊണ്ട് ചോദിച്ചു. താഴേക്ക്, അവിടെ എല്ലാവരും ഉണർന്നു കാണും. ശിവാനി എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. അതൊക്കെ പിന്നെ പോവാം, നീ വാ എൻ്റെ ഒപ്പം. പാറോണയുടെ കന്നി പിടിച്ചുകൊണ്ട് ശിവ പറഞ്ഞു. എന്തിനാ ശിവ? നിങ്ങൾ ഫ്രണ്ട്സ് സംസാരിക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ സംസാരിക്കും, ഞാൻ താഴെ ഉണ്ടാവും. അത് വേണ്ട, നീ താഴെ, നീ ഇങ്ങോട്ടേക്ക് വന്നേ. എന്തിനാ നീ ഇങ്ങനെ ടെൻഷനാവുന്നേ? എനിക്ക് നിന്നെ എന്നൊക്കെ വിശ്വാസാ. ആ വിശ്വാസം നിങ്ങൾ തമ്മിൽ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഇല്ലാതാവുന്നല്ല. അവൻ്റെ കവളിൽ വലിച്ചുകൊണ്ട് പാറോണ പറഞ്ഞു. എന്നാലും ഒരെന്നാലും ഇല്ല, ഞാൻ താഴെ ഉണ്ടാവും. അത് പറഞ്ഞ് അവൾ പോയതും ശിവ ബാൽക്കണിയിലേക്ക് തന്നെ വന്നു. സത്യ ചായയും കുടിച്ചുകൊണ്ട് അകലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. എഡ്വിൻ എന്തു പറയണു? മൗനത്തെ ഭേദിച്ചുകൊണ്ട് ശിവ ചോദിച്ചു. ഓക്കെയാണ്, ഇന്നലെ വൈകുന്നേരത്തെ ഫ്ലൈറ്റിന് എന്നോട് വരാൻ പറഞ്ഞാണ്. പിന്നെ ഇവിടെയെല്ലാം വന്നിട്ട് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാമെന്ന് കരുതി, അതുകൊണ്ട് ഇന്നത്തേക്ക് ആക്കിയതാ. അവൾ അത് പറഞ്ഞ് വീണ്ടും അകലേക്ക് തന്നെ നോക്കിയിരുന്നു. ശിവ അതേസമയം താഴെ പോർച്ചിനരികിൽ നിൽക്കുന്ന ശിവാനി ആരുവിനെ നോക്കി നിൽക്കുമായിരുന്നു. എല്ലാവരെയും കണ്ണുവെട്ടിച്ച് പുറത്തു പോകാനുള്ള പരിപാടിയാണ് രണ്ടുപേരും. ആര് ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കാതെ ഉന്തിക്കൊണ്ട് പോവാണ്. പോകുന്ന വഴി മുകളിലേക്ക് നോക്കി തന്നെ നിൽക്കുന്ന ശിവയെ കണ്ട് അവനൊന്ന് പല്ലളിച്ചു. ശിവ അവനെ ഒന്ന് കണ്ണുറ്റി നോക്കിയതും ആര് കൈകൂപ്പിക്കൊണ്ട് അപേക്ഷിച്ചു. അത് കണ്ട് ശിവ പൊക്കോ എന്ന രീതിയിൽ പുഞ്ചിരിച്ച് തലയാട്ടി. അത് കണ്ട് അവർ സന്തോഷത്തോടെ പുറത്തേക്ക് പോയി. ശിവ, ആ വിളി കേട്ടതും അവൻ്റെ മനസ്സിൽ എന്തോ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞു വന്നു. അവൾ ശിവ എന്ന് തന്നെയാണോ വിളിച്ചത്, അതോ എനിക്കിനി തോന്നിയതാണോ? ശിവ അവിടെ നിന്നുകൊണ്ടുതന്നെ സ്വയം ചോദിച്ചു. ശിവ. അവളുടെ വിളി വീണ്ടും കേട്ടതും തനിക്ക് തോന്നിയതല്ല എന്ന് അവന് മനസ്സിലായി. ഇത്രയും കാലം കണ്ണൻ എന്ന് വിളിച്ചിരുന്ന സത്യ ഇപ്പോൾ അത് ശിവ എന്നാക്കിയെങ്കിൽ അതിനർത്ഥം അവൾക്ക് പഴയ കാര്യങ്ങളെല്ലാം തിരിച്ചു കിട്ടിയെന്നാണ്. ശിവ തിരിഞ്ഞു നോക്കിയപ്പോൾ സത്യ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. താൻ ടെൻഷനാവണ്ട, പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളുടെ ജീവിതം തകർക്കാനൊന്നുമല്ല ഞാൻ വന്നേ. എനിക്ക് പഴയതെല്ലാം ഓർമ്മ വന്നെന്ന് നീ അറിയണമെന്ന് തോന്നി. അതിനുവേണ്ടി മാത്രമായിരുന്നു ഇന്നത്തെ ഈ വരവ്. ഇന്നലെ പറയണമെന്ന് കരുതിയതാണ്, പക്ഷേ ഞാനത് പറഞ്ഞാൽ ഇന്നലെ ഉണ്ടായിരുന്ന ആ സന്തോഷം ഇല്ലാതാവും എന്ന് വിചാരിച്ചിട്ടാണ് പറയാതിരുന്നത്. അപ്പം നിനക്കെല്ലാം ഓർമ്മയുണ്ടോ? ശിവ അത്ഭുതത്തോടെ ചോദിച്ചു. ഉണ്ട്, അന്ന് നിന്നെ ഹോസ്പിറ്റലിൽ മാരേജ് ഇൻവൈറ്റ് ചെയ്യാൻ വന്നില്ലേ? അപ്പോൾ എല്ലാം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. നിനക്ക് പഴയ സ്നേഹം എന്നോടുണ്ടോയെന്നറിയാനാണ് ഞാൻ തന്നെ നേരിട്ട് കല്യാണം ഒന്ന് ക്ഷണിച്ചത്.
അന്ന് നിന്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഇപ്പോൾ പാർവണ മാത്രമാണ് ഉള്ളതെന്ന്. അതുകൊണ്ടാണ് ഒന്നും പറയാതെ ഞാൻ തിരിച്ചു പോയതും. പക്ഷേ എങ്ങനെ? അന്ന് ഡാഡി പറഞ്ഞു നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ല എന്നാണ്. പിന്നെ ഡാഡി തന്നെ എല്ലാം നിന്നോട് തുറന്നും പറഞ്ഞെന്നും അതുകൊണ്ടാണ് നീ രാമച്ചനെ തിരിച്ചു കൊണ്ടുപോയതെന്നും. പപ്പയോട് അങ്ങനെ പറയാൻ പറഞ്ഞ ഞാനാണ്. അന്ന് നീ ഫ്ലാറ്റിൽ വന്ന് തിരികെ പോയില്ലേ, കൃത്യമായി പറഞ്ഞ ഒരു 1.5 കൊല്ലം മുമ്പ്. അന്ന് നീ പോയതിന് ശേഷം ഉറക്കത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിന്റെ മുഖം ഞാൻ കണ്ടിരുന്നു, ഒപ്പം വ്യക്തമല്ലാത്ത ചില ഓർമ്മകളും. ഞാനിപ്പോൾ നേരെ പോയത് എന്നെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ അടുത്തേക്കാണ്. പിന്നീട് മെഡിസിൻ കൊണ്ട് ഡോക്ടറുടെ പരിശ്രമം കൊണ്ട് എനിക്ക് പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു കിട്ടിയിരുന്നു. അപ്പം തന്നെ നിന്റെ അരികിലേക്ക് ഓടി വരണമെന്ന് കരുതിയതാണ്. പക്ഷെ അന്ന് കണ്ടപ്പോൾ നിന്റെ മാരേജ് കഴിഞ്ഞ കാര്യവും പാർവണിയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഓർത്തപ്പോൾ എനിക്കെന്തോ അതിന് കഴിഞ്ഞില്ല. പിന്നെ എനിക്കായി കാത്തിരിക്കുന്ന എഡ്വി, അവനെ ഞാൻ എങ്ങനെ സങ്കടപ്പെടുത്തും? അതുകൊണ്ടാണ് മാരേജിന് സമ്മതിച്ചത്. എങ്കിലും നിന്റെ മനസ്സിൽ ഞാനുണ്ടെങ്കിൽ നിന്നിലേക്ക് തന്നെ മടങ്ങി വരാൻ ഞാൻ തീരുമാനമെടുത്താണ് ആ കല്യാണം ക്ഷണിക്കാൻ വന്നേ. പക്ഷെ നിന്റെ മനസ്സിൽ സത്യ ഇല്ല, പാർവണ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനും നിന്റെ ലൈഫിൽ ഞാനൊരു വില്ലത്തിയായിട്ട് വരണേ? എനിക്കതിന് തീരെ താല്പര്യമില്ല. പുഞ്ചിരിയോടെ പറയുന്ന സത്യ അത്ഭുതത്തോടെ നോക്കി നിൽക്കാൻ മാത്രമേ ശിവയ്ക്ക് കഴിഞ്ഞുള്ളൂ. എഡ്വിൻ, അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഞാനും തിരിച്ചതേപോലെ സ്നേഹിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വീണ്ടും കുറച്ചു നേരത്തെ മൗനത്തിനിടയിൽ അവർ പറഞ്ഞു. എന്നാൽ നമുക്ക് താഴേക്ക് പോയാലോ? സത്യ ചോദിച്ചു. ഓക്കെ. അത് പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും ശിവയുടെ ഡാഡി അവിടേക്ക് വന്ന് ഒരുമിച്ചായിരുന്നു. സത്യ താഴേക്ക് പൊക്കോളൂ, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശിവ അത് പറഞ്ഞു. സത്യ താഴേക്ക് പോയി. ഹാളിലിരിക്കുന്ന പാർവണ ആകെ ടെൻഷനിലായിരുന്നു. ശിവയുടെ ഡാഡി മുകളിലേക്ക് പോയിട്ടുണ്ട്. പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞു ശിവയും അയാളും തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടാകുമോ എന്ന് അവൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു. എന്നാലും സത്യ കൂടെയുണ്ടല്ലോ എന്ന ധൈര്യമായിരുന്നു അവളുടെ ഉള്ളിൽ. മുകളിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങി വരുന്ന സത്യയെ കണ്ടത് അവളുടെ ടെൻഷൻ വീണ്ടും കൂടി. സത്യ വന്നിരുന്ന പാർവണയുടെ അരികിലാണ്. ശിവയുടെ അവൾ ചോദിച്ചു. അവന് പപ്പയോട് എന്താ സംസാരിക്കാനുണ്ടെന്ന്. എന്നോട് താഴത്തേക്ക് വന്നോളാൻ പറഞ്ഞു. കുറെ കാലമായില്ലേ അവർ തമ്മിൽ സംസാരിച്ചിട്ട്, അതുകൊണ്ട് സംസാരിക്കട്ടെ എന്ന് ഞാനും കരുതി. അപ്പോഴേക്കും സത്യയുടെ ഫോൺ റിങ് ചെയ്തു. അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അയ്യോ എൻ്റെ എഡ്വി, ഞാനിന്ന് ഉച്ചക്കത്തെ ഫ്ലൈറ്റിന് അവിടെ എത്തും. പിന്നെ എന്തിനാ ടെൻഷൻ? ഉറപ്പ്? ആ അതെ, എന്നാ ശരി. അവൾ കോള് കട്ട് ചെയ്തു. ശേഷം പാർവണിക്ക് നേരെ തിരിഞ്ഞിരുന്നു. ഹസ്ബൻഡാണ്, ഇന്നലെ ഇവിടേക്ക് വന്നതുള്ളോ. അപ്പോഴേക്കും തുടങ്ങി എപ്പോഴാ വരിക എന്ന് ചോദിച്ചിട്ട് വിളിക്കാൻ. സ്നേഹം കൊണ്ടാ. പക്ഷെ എന്നാലും നമുക്ക് വേണ്ടപ്പെട്ടവരൊന്ന് കാണാതെ സംസാരിക്കാതെ അങ്ങനെ പോവാൻ പറ്റില്ലല്ലോ. അപ്പൊ സത്യയുടെ വിവാഹം കഴിഞ്ഞാണോ? അതെ, ശിവ പറഞ്ഞില്ലേ 1 മാസമായി. ഇല്ല, ഞാൻ അറിഞ്ഞില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് എഡ്വിൻ എന്നാണ് പേര്. ഇഷ്ടം ആണെന്ന് പറഞ്ഞാൽ കുറെ കാലം പിന്നാലാണെന്നു. അതുകൊണ്ട് ഞാൻ യെസ് പറഞ്ഞു. വാഹി, ഇറങ്ങാം. ശിവയുടെ ഡാഡിയുടെ ശബ്ദം കേട്ടോ എല്ലാവരും ശ്രദ്ധ അയാളിലേക്കായി. ഇത്ര പെട്ടെന്ന് തിരിച്ചു പോവാണോ? അതെ, പോവണം. അയാൾ ഗൗരവത്തോടെ പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി. അവരെ യാത്രയാക്കാൻ എല്ലാവരും ഒരുമിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. പാർവണ, എന്നാ ശരി, ഞങ്ങൾ ഉടൻ തന്നെ ഇവിടേക്ക് വരും. എഡ്വി പറഞ്ഞ് ഇനി കേരളത്തിൽ സെറ്റിൽ ആവാന്നാണ്. അപ്പൊ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാലോ. സത്യ അവളുടെ കവളി തട്ടിക്കൊണ്ട് പറഞ്ഞു. എല്ലാവരോടും യാത്ര പറഞ്ഞ സത്യ കാറിന് അടുത്തേക്ക് പോയി. കാറിന്റെ അരികിലെത്തിയതും ശിവയുടെ അച്ഛൻ അതേപോലെ തിരികെ വന്ന് പാർവണയുടെ മുന്നിൽ വന്ന് നിന്നു. സോറി. അയാൾ അത് തിരികെ പറഞ്ഞ് നടന്ന് കാറിൽ കയറി. അയാൾ കാറിൽ കയറിയിരുന്ന് സത്യ കാർ മുന്നോട്ടെടുത്തു. അവരുടെ കാർ ഗേറ്റ് കടന്ന് പോകുന്ന നോക്കി എല്ലാവരും നിന്നു. എന്നാൽ പാർവണ മാത്രം അന്തം വിട്ട് നിൽക്കാണ്. പായടച്ചു വെക്കി, അല്ലെങ്കിൽ വല്ല ഈച്ചയും കയറും. ശിവ അവളുടെ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. അടുത്ത പാട്ടോടുകൂടി നമ്മുടെ പാർവതി ശിവദേവം അവസാനിക്കുകയാണ്. വെറുതെ കുറേ വലിച്ചു നീട്ടിയിട്ട് താല്പര്യമില്ല, അതുകൊണ്ടാണ്. പിന്നെ കുറേ വെള്ളികളുണ്ടാവും, അതൊന്ന് തിരുത്തിയിട്ട് വായിക്കട്ടോ. പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ പാർട്ടിൽ ഞാനൊരു പുതിയ സ്റ്റോറിയെക്കുറിച്ച് എല്ലാവരോടും പറഞ്ഞിരുന്നു. അത് എൻകാതിലെ എന്ന സ്റ്റോറിയാണ്. അതും ഒരു റീപോസ്റ്റഡ് സ്റ്റോറിയാണ്. ആ സ്റ്റോറി ഞാൻ കുറച്ച് വെറൈറ്റി ആയിട്ട് പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം എല്ലാവരും കൂടെ നിൽക്കുമല്ലോ അല്ലേ. പിന്നെ ന്യൂ സ്റ്റോറിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറിയാണ്. കുറച്ച് റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ സ്റ്റോറി ഞാൻ വായിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പിന്നെ
അല്ലെങ്കിൽ വേണ്ട, സ്റ്റോറിയുടെ പ്രമോ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഇതേ സപ്പോർട്ട് തന്നെ പുതിയ സ്റ്റോറിക്കും തരുമല്ലോ അല്ലേ? അപ്പോൾ ബൈ കേട്ടോ.